ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the name of the Lord be glorified. CFC മസ്കറ്റ് ചർച്ചിൻ്റെ 8ാമത് വാർഷികത്തോട് ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഈ സന്ധ്യയിലായിരിക്കാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God that we are able to gather together all in relation to the 8th anniversary of CFC Muscat. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളായിട്ട്, ഒരു ഏകോദര സഹോദരങ്ങളായിട്ട് ഹൃദയത്തോട് ചേർത്ത് ഇന്ന് ഈ സന്ധ്യയിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം ഒരു അവസരം തന്നല്ലോ. ഞാൻ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവനായിട്ടായിരിക്കുന്നു. എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. I am really thankful and grateful to God, and also I thank the brothers who invited me to this meeting, so that we are all members of one family and we are able to gather together with one heart in this meeting. നമുക്ക് ഒന്നിച്ചു കൂടുമ്പോൾ എപ്പോഴും ദൈവവചനത്തിലാണ് നമ്മൾ നമ്മുടെ ധൈര്യവും സന്തോഷവും കണ്ടെത്തുന്നത്. Whenever we gather together, we find our joy and courage in the word of God. അതുകൊണ്ട് ഇപ്പോഴും സമയം കൂടുതൽ പാഴാക്കാതെ നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. So let us turn to the word of God without wasting much time. നമ്മൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. I would like to read one verse which is very familiar from the Sermon on the Mount. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8ാമത്തെ വാക്യമാണ്. It's from Matthew's Gospel, chapter 5, verse 8. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. Blessed are the pure in heart, for they shall see God. കുഞ്ഞുങ്ങൾക്ക് വരെ കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്താ കിട്ടുന്നത്? ദൈവത്തെ കാണും അവർ. This is a verse which is very well known. Even the children know it by heart. That is, blessed are the pure in heart, for they shall see God. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതം ആത്യന്തികമായിട്ട് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താ? Dear all, what is the ultimate aim or goal of our Christian life? നമ്മുടെ ഓഫീസിലോ വഴിയിലോ ഒക്കെ നമ്മളോട് ചിലര് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. Many people in the office or on the way, they ask about our faith. നമ്മുടെ നിത്യതയെക്കുറിച്ച്, അതായത് മരണാനന്തരം കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന, സ്വർഗത്തിലായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ അവരോടൊക്കെ സംസാരിക്കാറുണ്ട്. We talk to them regarding eternity and also being in heaven. നമ്മൾ പ്രിയം വെച്ച കർത്താവിനെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം. The most joyful thing is that we will see our beloved Jesus when we reach heaven. ഇവിടെ കണ്ടോ, അവർ ദൈവത്തെ കാണും. Here it says that they shall see God. നമ്മൾ എപ്പോഴാണ് ദൈവത്തെ കാണുന്നത്? When will we see God? തീർച്ചയായിട്ടും നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിനെ കാണും. Definitely, when we reach heaven, we will see God. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ പ്രത്യക്ഷത ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ എതിരേൽക്കും, കർത്താവിനെ കാണും. While we are yet living, if the Lord returns, we will receive him and we will see him. അതല്ല, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമ്മുടെ മരണമാണ് ആദ്യം നടക്കുന്നതെങ്കിൽ നമ്മൾ ആ നിമിഷം തന്നെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ കർത്താവിനെ കാണും. Or else, if by death we are taken away before the coming of the Lord, we will immediately be in the presence of the Lord and see him. തീർച്ചയായിട്ടും നിത്യതയിലെ കർത്താവിനെ കാണുകയും കർത്താവും ഒത്തായിരിക്കുകയും ചെയ്യണമെങ്കിൽ ഹൃദയശുദ്ധിയോടെ നമ്മൾ ജീവിക്കേണ്ടതായിട്ടുണ്ട്. Definitely, in eternity, if we have to be with the Lord, then we have to live with purity in heart while we are living now. എന്നാൽ ഇന്ന് പലരും കർത്താവിനെ കണ്ടതായിട്ട് പല വിശ്വാസികളും പറയാറുണ്ട്. But even now, many believers say that they have seen God. അതിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ആ നിലയിൽ ഉണ്ടായേക്കാം. And there may be some incidents, here and there which have happened like that. ബൈബിളിൽ നമ്മൾ അങ്ങനെ ചില ആളുകൾ കർത്താവിനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കണ്ടതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. Even in the Bible, we see some people who have seen God while they were still living. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ
ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് പൗലോസ് കർത്താവിൻ്റെ ഒരു ആ നിലയിലൊരു വാക്കുകൾ കേൾക്കുകയും കർത്താവുമായിട്ടൊരു ആ നിലയിലൊരു ബന്ധത്തിലേക്കൊക്കെ വരികയൊക്കെ ചെയ്ത ആ നിലയിൽ അത്ഭുതകരമായ ഒരു അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. We have read in the Acts of the Apostles in chapter 9, where Apostle Paul, he had an encounter with Jesus, a wonderful encounter with Jesus while on his way to Damascus. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ വേറെയും ചിലർ ആ നിലയിലെ കർത്താവുമായിട്ട് കർത്താവിൻ്റെ ഒരു ദർശനം ഉണ്ടായതായിട്ടോ കർത്താവിനെ കണ്ടതായിട്ടോ ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. And even there are some other men of God also whom we have read that they have seen God or they have experienced God. അതുകൊണ്ട് തന്നെ ഇന്നും ചില വിശുദ്ധരായ ചില പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ കർത്താവിനെ കാണാനിടയായെന്നോ അല്ലെ കർത്താവിൻ്റെ ഒരു ദർശനം ഉണ്ടായെന്നോ ഒക്കെ അവർ അവകാശപ്പെടുമ്പോൾ അതിൽ നമുക്ക് തെറ്റൊന്നും പറയാനില്ല. So even now, when some believers, when we hear that they have gone through some supernatural experiences in which they experienced or they saw God, we cannot find anything wrong in that. എന്നാൽ ഭൂരിപക്ഷം പേരെ സംബന്ധിച്ച്, നമ്മളെ പോലുള്ള ബഹുഭൂരിപക്ഷം പേരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കർത്താവിനെ കാണുന്ന ഒരനുഭവം പലപ്പോഴും ഉണ്ടാകാറില്ല. But considering us, we majority of us, while we are still living, majority of us, we have not seen literally, physically Jesus. കാരണം കർത്താവിനെ ദൈവം നമ്മളെ വിളിച്ചേക്കുന്ന വിശ്വാസത്തിൽ ജീവിക്കാനാണ്. God has called us to live by faith. വിശ്വാസം എന്ന് വെച്ചാൽ എന്താന്ന് നമുക്കറിയാം, കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ്. അപ്പോൾ കർത്താവിനെ കണ്ടില്ലെങ്കിലും അവനുണ്ടെന്നും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നു. We know the definition of faith is the conviction of things not seen, and therefore we believe God is there. പക്ഷേ ആർക്കെങ്കിലും ഒരു ജീവിതത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അനുഭവം ആ നിലയിൽ ഉണ്ടായെങ്കിൽ നമ്മൾ അതിനെ തുച്ഛീകരിക്കണ്ട. But if someone, they have experienced the presence of the Lord, or if they say that they have seen God, we need not despise them. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടോ, ഹൃദയശുദ്ധി ഉള്ളവര് ദൈവത്തെ കാണും എന്ന് പറയുമ്പോൾ നമ്മൾ മരിച്ച നിത്യതയിൽ ചെന്ന് ദൈവത്തെ കാണുന്നത് മാത്രമാണോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? But here, when we see this verse, blessed are the pure in heart, for they shall see God, does it only mean that when we die and when we reach heaven, then does it only mean that then only we'll see the Lord? പ്രിയപ്പെട്ടവരെ, നമുക്കിങ്ങനെ പറയാം, നമ്മൾ ഹൃദയശുദ്ധിയോടെ ജീവിക്കുന്നെങ്കിൽ നമുക്ക് ഇന്ന് നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ പലയിടത്തും ദൈവത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ദൈവത്തെ നമുക്ക് ആ നിലയിൽ അക്ഷരാർത്ഥത്തിലല്ലെങ്കിലും ദൈവസാന്നിധ്യത്തെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. Now, if we are living in purity of heart, we can experience God, or we can feel the presence of God right in the circumstances where God has kept us. എന്ന് തന്നെയല്ല, നമ്മളെക്കുറിച്ച്, വിശ്വാസികളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഇന്ന് പല പ്രായോഗിക ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ പലപ്പോഴും ആളുകളെയല്ല കാണേണ്ടത്, അതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ കരത്തെയാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനത്തെയാണ്, ദൈവത്തെയാണ് കാണേണ്ടത്. അതാണ് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം, പ്രായോഗിക ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. What God is expecting or desiring about us in our practical life is that when we go through very practical situations, there we need not see the people or the circumstance, but we need to see that all these things are ordained by God, and we need to see God working behind all our circumstances. കർത്താവായ യേശുവിനെ വിസ്തരിക്കാനായിട്ട് പീലാത്തോസിന്റെ മുമ്പിൽ നിർത്തിയ ഒരു രംഗം നമുക്കറിയാമല്ലോ. We know this incident when Jesus Christ himself was brought before Pilate to be judged by Pilate. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 10-11 വാക്യങ്ങളിലൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ കാണുന്നു. We read that in the Gospel of John chapter 19 verses 10 and 11. അവിടെ കർത്താവായ യേശു ക്രിസ്തു പാലിച്ച മൗനം കണ്ടിട്ട് പീലാത്തോസ് തന്നെ അമ്പരന്ന് പോയി. Here, when Pilate saw
the way Jesus was standing in before him, that he was not at all responding to any questions, he was amazed. പീലാത്തോസ് ചോദിക്കുന്നു, നീ എന്താ എന്നോട് ഒരു വാക്കും പറയാത്തത്, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു. Here Pilate is asking, you do not speak to me, why you are not replying to me? അവിടെ അതിൻ്റെ 19:11 കർത്താവിൻ്റെ മറുപടി കണ്ടോ? Do we see the response of Jesus in chapter 19 verse 11? അവിടെ കർത്താവ് പറയുന്നു, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. Jesus answered, you would have no authority over me unless it had been given you from above. അപ്പോൾ തൻ്റെ മുമ്പിലിരിക്കുന്ന പീലാത്തോസിനെ ഒക്കെ കാണുമ്പോഴും കർത്താവ് അതിൻ്റെ പിന്നിൽ കാണുന്നത് എന്താ? അവന് ഈ അധികാരം കൊടുത്ത മുകളിലുള്ളവനെയാണ് കാണുന്നത്. So Jesus, even though he is seeing Pilate and himself in that situation, he is not just seeing Pilate as a person, but he is seeing God himself who has given authority to Pilate. നമ്മൾ അതുപോലെ തന്നെ കർത്താവിൻ്റെ ജീവിതത്തിലെ വേറൊരു രംഗം കാണുന്നു. അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നോക്കുക. Same, we see a similar situation in John's Gospel, chapter 18, verse 11. അവിടെ കർത്താവിനെ പിടിക്കാനായിട്ട് പടയാളികൾ വന്ന രംഗമാണ്. Here, this is the situation, this is the circumstance where the soldiers have come to get hold of Jesus. അപ്പോൾ തിടുക്കത്തിൽ പ്രവർത്തിക്കുന്ന ശീമോൻ പത്രോസ് എന്തോ ചെയ്തു? എവിടുന്നോ ഒരു വാള് കിട്ടി, അത് ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി പുള്ളിയുടെ കാത് അറുത്ത് കളഞ്ഞു, വലത്ത് കാത് അറുത്ത് കളഞ്ഞു എന്നാണ് നമ്മൾ കാണുന്നത്. And here we know about Peter, how he is. He very quickly or instinctively react to many things. There, when Peter, when this was happening, he got hold of some sword and he cut the ear of the high priest slave. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ മഹാപുരോഹിതൻ്റെ ദാസൻ മൽക്കോസ് എന്നൊറ്റമാണ് അവൻ്റെ പേര്, അവൻ്റെ കാത് തൊട്ട് കർത്താവ് സൗഖ്യമാക്കുന്നു. എന്നിട്ട് പത്രോസിനോട് ഒരു കാര്യം പറയും. Here the slave's name is Malchus, and Jesus is healing his ear, and then he is telling to Peter something like this. പത്രോസിനോട് പറയുന്നു, പത്രോസേ, നീ ഈ വാൾ അങ്ങ് ഉറയിലിട്ടേരെ, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. Jesus is telling to Peter, Peter, put the sword into the sheath. The cup which the Father has given me, shall I not drink it? അപ്പോൾ ഈ പാനപാത്രം എന്താണ്? കർത്താവിനെ പിടിച്ചുകൊണ്ട് പോവുകയും ഉപദ്രവിക്കുകയും ക്രൂശിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കൈപ്പേറിയ ഒരു പാനപാത്രമാണ് കർത്താവ്. ആ അനുഭവത്തെയാണ് ഒരു പാനപാത്രം എന്ന് കർത്താവ് പറയുന്നത്. Here Jesus, when he refers to the cup, he is referring to the sufferings which is going to undergo, and the crucifixion and all the scourging, everything which is going to receive, that everything combined, he is telling the cup to Peter. കർത്താവിന് ഈ പാനപാത്രം കൊടുത്തത് ആരാ? Who gave this cup to Jesus? നമ്മളാണ് കർത്താവിൻ്റെ സ്ഥാനത്തെങ്കിൽ നമ്മൾ പറയും, മഹാപുരോഹിതനാ എനിക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ട് ഈ പാനപാത്രം എന്നെ ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ റോമൻ പടയാളികളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനുഷ്യരുടെ മേലെ ഈ പാനപാത്രം കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമായിരുന്നു. If we were in the situation of Jesus, what will we say? We would have told that it is the high priest who brought this cup, or it's the Roman soldiers who brought this cup. We would have put that blame or responsibility on the men or the people. എന്നാൽ കർത്താവ് ഇവിടെ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് കണ്ടോ? But do you see how Jesus is responding to that situation? കർത്താവ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഒന്നും മഹാപുരോഹിതൻ്റെ മേലോ പീലാത്തോസിൻ്റെ മേലോ അല്ലെങ്കിൽ പടയാളികളുടെ മേലോ ഒന്നും കെട്ടിവെക്കാതെ, ഇതെനിക്ക് തന്നത്, ഈ പാനപാത്രം തന്നത് പിതാവാണ്, പിതാവ് തന്ന പാനപാത്രം എന്ന് പറഞ്ഞ് ഇതിൻ്റെ പിന്നിൽ ദൈവത്തെ കാണുക. Here Jesus, he is not putting that responsibility on the high priest or Pontius Pilate or the soldiers. He is not seeing or putting the responsibility on any one of them, but he is putting the responsibility on God the Father, and there he is seeing God.
പ്രിയപ്പെട്ടവരെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. Beloved, blessed are the pure in heart, for they shall see God. ഏറ്റവും ഹൃദയശുദ്ധി ഉണ്ടായിരുന്ന കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ആളുകളെ വെറുതെ വിട്ടു, ആളുകളുടെ പിന്നിലുള്ള ദൈവത്തെ കണ്ടു. Jesus Christ, who was the person who lived with utmost purity in his life, he didn't see people. He left all the people. For whatever happens to him, he left the people, but he saw God behind it. തന്നെ വിസ്തരിക്കാനിരുന്ന പീലാത്തോസിനെ അല്ല കണ്ടത്, അവൻ ആ അധികാരം കൊടുത്ത ഉയരത്തിലുള്ള പിതാവിനെയാ കണ്ടത്. He did not see Pilate, who was there to judge him, but he saw God, who was behind this, who gave the authority to Pilate. തന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വന്ന പടയാളികളെയും അവരെ അതിന് നിയോഗിച്ച പുരോഹിതനെയും പരീശന്മാരെയും ഒന്നുമല്ല കർത്താവ് കണ്ടത്, അതിനെല്ലാം പിന്നിലുള്ള പിതാവിനെയാണ് കർത്താവ് കണ്ടത്. Jesus did not see the soldiers or the high priest or the Pharisees, who sent them, the soldiers, to capture, but Jesus saw God behind all this. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ കാര്യം മാത്രമല്ല, ബൈബിളിലുടനീളം ദൈവഭക്തരായ മനുഷ്യരൊക്കെ ഈ നിലയിലാണ് കാര്യങ്ങളെ കണ്ടത്. Beloved, it is not only Jesus Christ, but also there are many men of God whom we see throughout the Bible who had this attitude where they saw God in everything. പഴയ നിയമഭക്തന്മാരിൽ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരാളെന്ന് വേണമെങ്കിൽ പറയാവുന്നത് ജോസഫാണ്. In the Old Testament, one character or one person whom I respect the most is Joseph. അതായത് മറ്റു പല ദൈവഭക്തന്മാരെ കുറിച്ച് എന്തെങ്കിലും ഒരു തെറ്റായ അവരുടെ ഒരു കറുത്ത മാർക്ക് നമുക്ക് പറയാനുണ്ടാവും, പക്ഷെ ജോസഫിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും പറയാനില്ല. With all other men of God mentioned in the Bible, there will be at least one thing, which is a spot or something to blame them. But in Joseph, there is nothing to blame. അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തില് ജോസഫ് തൻ്റെ സഹോദരന്മാരെ വർഷങ്ങൾക്ക് ശേഷം അഭിഹരിക്കുമ്പോൾ പറയുന്നത് കണ്ടോ? When we turn to the book of Genesis, chapter 45, verse 5, let us see what Joseph is responding when he is encountering his brothers after many years. താന് ആ നിലയിൽ മിസ്രൈമില് പ്രധാനമന്ത്രിയായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ സഹോദരന്മാര് ധാന്യം വാങ്ങാൻ വന്ന സഹോദരന്മാരുടെ മുമ്പാകെ തന്നെ വെളിപ്പെടുത്തുന്ന രംഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. So we know that Joseph, he was the second in command of Egypt at that time, and this is a situation where we see where his brothers are coming to buy grains to Egypt. അപ്പോൾ ഈ സഹോദരന്മാര് ഈ വലിയ മിസ്രൈമിലെ വലിയ ആള്, അയ്യോ നമ്മൾ വിറ്റ് കളഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ ആ നിലയിൽ പൊട്ടക്കിണറ്റിൽ ഇട്ട് കളഞ്ഞ, നമ്മൾ മോശമായി പെരുമാറിയ, വർഷങ്ങൾക്ക് മുമ്പേ നമ്മളുടെ ആ നിലയിൽ അവനോട് ഉപദ്രവിച്ച ഒരു സഹോദരനായ ജോസഫാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ സഹോദരന്മാരൊക്കെ, ജോസഫിന്റെ സഹോദരന്മാരൊക്കെ അന്തം വിട്ടുപോയി, അമ്പരന്ന് പോയി. So these brothers, when Joseph himself revealed who he was, and when the brothers understood that this is Joseph, who is this great man in Egypt, whom we had put him into a hole, a well, and we had sold him to slavery, and when they understood this is Joseph himself, they were all amazed. അപ്പോ അവരെ ആശ്വസിപ്പിക്കുന്ന വാക്യമാണ് 45-ന്റെ 5-ല് ജോസഫ് പറയുന്നത്. But Joseph, he is responding to them with a comforting sentence which we read in chapter 45, verse 5. അവിടെ ജോസഫ് പറയുന്നു, നിങ്ങൾ വ്യസനിക്കേണ്ട, ജീവരക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ് എന്ന് പറയുന്നു. Here we see Joseph telling, now do not be grieved or angry with yourself because you sold me here, for God sent me before you to preserve life. അതേപോലും ജോസഫിനെ വിറ്റ് കളഞ്ഞത് ഈ സഹോദരന്മാര്. ജോസഫിനെ വിറ്റ്
കളഞ്ഞത് Uh, വാസ്തവത്തിൽ ഈ സഹോദരന്മാരാണ്. these brothers were actually who sold Joseph. പോയ വഴിക്ക് പൊത്തിഫേറിന്റെ വീട്ടിൽ നിന്ന് ദുരനുഭവം ഉണ്ടായി, ജയിലിലായതും അങ്ങനെയൊക്കെയുള്ള ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയി. And Joseph even went through a very hard time where he had to encounter some difficult situation in the Potiphar's house. ഒടുവില് ഈ നിലയിൽ ജോസഫ് ഇതാ ഫറവോന്റെ രണ്ടാമനായിട്ട് മിസ്രൈമിൽ വാഴുന്നു. And at the end, now we can see Joseph, who is ruling Egypt as the second in command. പക്ഷെ ഈ രംഗത്തെ മുഴുവൻ തിരിഞ്ഞു നോക്കിയിട്ട് ജോസഫ് പറയുന്ന കണ്ടോ, തന്നെ വിറ്റ് കളഞ്ഞ സഹോദരന്മാരെയോ തന്നെ ഉപദ്രവിച്ച് ജയിലിലാക്കിയ പൊത്തിഫേറിനെയോ ഇവരെയൊക്കെ വെറുതെ വിട്ടുകൊണ്ട് താൻ പറയുന്നു, ഇവരാരുമല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്ന് പറഞ്ഞ് ദൈവത്തെയാണ് കാണുന്നത്. But here we see Joseph, he's not, taking that, giving that, putting that responsibility on the brothers who sold him, or the Potiphar who made him went through a difficult situations and put him in jail, or he's not putting the responsibility on anyone. But here we read that Joseph is telling, it is God who sent me here. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ, ഒടുവിലത്തെ അധ്യായത്തിലും ജോസഫ് തന്റെ സഹോദരന്മാരെ ആ നിലയിൽ ധൈര്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. In the book of Genesis chapter 50, last chapter itself, we can see how Joseph is encouraging his brothers. അവിടെ 50-ാം അധ്യായം ഉൽപ്പത്തി 50-ന്റെ 20-ാമത്തെ വാക്യത്തിൽ ജോസഫ് പറയുന്നു, ദൈവം ഇതിനെ എല്ലാം ഗുണമാക്കി തീർത്തു. നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തെങ്കിലും അതൊന്നും സാരമില്ല, നിങ്ങൾ വിഷമിക്കണ്ട, പിതാവ് മരിച്ചു പോയെന്നും പറഞ്ഞ് ഞാൻ നിങ്ങളോട് പ്രതികാരമൊന്നും ചെയ്യുകയില്ല. ദൈവം ഉണ്ടല്ലോ, ദൈവം എല്ലാം ഇത് ഗുണമാക്കി തീർത്തു എന്ന് പറഞ്ഞ് ദൈവത്തെ ഇതിൻ്റെ പിന്നിൽ കാണുന്ന ആ ഒരു സ്വഭാവം ഒടുവിലത്തെ അധ്യായത്തിലും 50-ന്റെ 20-ാം വാക്യത്തിലും നമ്മൾ കാണുന്നു. Here in Genesis chapter 50 verse 20, Joseph is telling, don't worry, it is okay, even though you did some evil to me, God meant everything for good. You don't be afraid that because the father has passed away and I will hurt you all. No, I know that God has meant everything for good. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ ഏത് സാഹചര്യത്തിലും, പ്രായോഗിക ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ കരത്തെ കാണുന്നത് ജോസഫിന്റെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. And this was the usual habit of Joseph, that whatever he goes through, in his life, he always saw God behind it. അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. Let us turn to the book of Genesis chapter 39 verse 9. അവിടെ സംഭവം വേറെയാണ്. പൊത്തിഫേറിന്റെ വീടാണ്. ആരുമില്ലാത്തപ്പോൾ പൊത്തിഫേറിന്റെ ഭാര്യ അവനെ പാപത്തിലേക്ക് പ്രലോഭിപ്പിക്കുന്നു. Here we know this is the instance where Joseph is in Potiphar's house and nobody is there, and Potiphar's wife is tempting him to commit sin with her. ജോസഫ് ഒഴിഞ്ഞു മാറുന്നു. And Joseph is trying to get away from her. അപ്പോൾ പൊത്തിഫേറിന്റെ ഭാര്യ വിചാരിച്ചു ആരെങ്കിലും അറിയുമെന്നോ കാണുമെന്നോ ഉള്ള പേടിയായി ഈ പയ്യനെ ഈ നിലയിൽ ഒഴിഞ്ഞു മാറാൻ പ്രേരിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ഒരുപക്ഷെ പറഞ്ഞു കാണും, ഈ വീട്ടിലെങ്ങും ആരുമില്ല എന്ന് പറഞ്ഞ്, ആരും ഇവിടെ ഇല്ല, നീ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ അവനെ ഉത്സാഹിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. We read that in their instance that Potiphar's wife, she may be thinking, okay, maybe Joseph is afraid that if somebody will see, and then she's telling her, no, there is nobody in this house, and she is trying to encourage him to sin with her. അപ്പോ ജോസഫ് പറയുന്നത് കണ്ടോ, ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? But what is the response of Joseph? How then could I do this great evil and sin against God? ആ വീട്ടിൽ പൊത്തിഫേറിന്റെ ഭാര്യയും ജോസഫും അല്ലാതെ വേറെ ആരുമില്ല. In that house, only Joseph and Potiphar's wife is there. പക്ഷെ അവിടെ ആരും കാണാത്ത ഒരു ദൈവത്തെ ജോസഫ് കണ്ട് ഒരു വലിയ തെറ്റിൽ നിന്ന് താന് അത് ഒഴിഞ്ഞു മാറുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. But we see Joseph is seeing God whom no one can see, and he is escaping from that situation without committing a sin. താൻ ആ തെറ്റ് ചെയ്യുന്നത് പൊത്തിഫേറിന്റെ ഭാര്യയോടോ പൊത്തിഫേറിനോടോ അല്ല, മറിച്ച് ദൈവത്തോട് തന്നെയാണ് ഞാൻ മഹാദോഷം ഇങ്ങനെ പ്രവർത്തിച്ചാൽ ചെയ്യുന്നത് എന്നാണ് ജോസഫ് അവിടെ പറയുന്നത്. Joseph is telling that it is not against Potiphar or Potiphar's wife
that I am doing this sin, but it is against God Himself I am committing this sin. അവ കണ്ടോ, ജോസഫിന്റെ ജീവിതത്തിൽ ഇത് കേവലം അങ്ങ് മിസ്രൈമിലെ ഫറവോന്റെ രണ്ടാമനായിട്ടിരിക്കുമ്പം ഉണ്ടായ ഒരു കാഴ്ചപ്പാടല്ല. ചെറുപ്പം മുതലേ തന്നെ താൻ പിന്തുടർന്ന ഒന്നാണ്. ആളുകളെ കാണാതെ ആളുകളുടെ പിന്നിലുള്ള ദൈവത്തിൻ്റെ കരത്തെ കാണുകയും അതിനെ അംഗീകരിക്കുകയും ആ നിലയിൽ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം. But this attitude which Joseph had, he did not all of a sudden get it while he was being the second command in Egypt. He was ruling in Egypt, but it was his usual practice to see God from his very young age itself, and not to put responsibility on any human being. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ജോസഫ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ദൈവഭക്തനായ ഒരാൾ ആരായിരിക്കും? Beloved, in the Old Testament, once after Joseph, which is the man of God who comes to your heart? എൻ്റെ മനസ്സിൽ വരുന്ന ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന പേരെടുത്ത ദാവീദിന്റെ പേരാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. In my heart, the name of David, who's known after a man of God's own heart, that name comes up. ജോസഫിനെ പോലല്ല, ദാവീദിന് ചില തെറ്റുകളെല്ലാം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എങ്കിലും അവന് പശ്ചാത്തപിക്കുകയും ആ നിലയിൽ വീണ്ടും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്ന പേരെടുക്കുകയും ചെയ്ത രാജാവാണ് ദാവീദ്. It was not like Joseph, but in David's life there was some sin which he did, but he repented, and then God called him again that you are a man after God's own heart, and he was a king like that. ദാവീദിന്റെ ജീവിതത്തിലെ ഒരു രംഗം കണ്ടോ? 2 ശമൂവേൽ 16-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളാണ്. 2 ശമൂവേൽ 16, 10, 11 വാക്യങ്ങൾ. Let us turn to 2 Samuel chapter 16 verse 10 and 11. അവിടെ രംഗം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും വായിക്കുന്നില്ല. ഞാൻ ആ കാര്യം പറയാം. I will just tell very shortly about that. I am not reading all the verses. ദാവീദ് രാജാവായിരിക്കുമ്പോൾ ഇതാ ഒരു കൊട്ടാര വിപ്ലവം നടക്കുന്നു. When David was being ruling in Jerusalem, there a coup is happening. ആരാണ് ദാവീദിനെതിരെ ഈ കൊട്ടാര വിപ്ലവം നയിക്കുന്നത്? Who was behind this coup or the rebellion against David? നമുക്കറിയാം, തൻ്റെ മകനായ അബ്ശാലോം തന്നെയാണ്. And it is none else than his own son Absalom. അബ്ശാലോം തനിക്കെതിരെ പല ആളുകളെ ആ നിലയിൽ കൂട്ടി തന്നെ നശിപ്പിക്കാനായിട്ട് വരുന്നു എന്നറിഞ്ഞ് ദാവീദ് രാജ്യരാമാനം രാജധാനി ഉപേക്ഷിച്ച് താന് ജീവരക്ഷയ്ക്കായിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്യുന്ന രംഗം. When David came to know that Absalom, he is gathering some group of people and he is coming to overthrow him, he is leaving his kingdom and everything, and he is going to desert or going to wilderness. അങ്ങനെ പോകുമ്പോൾ ഇതാ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, പഴയ ശൗലിൻ്റെ കുലത്തിൽ, ദാവീദിന് മുമ്പുണ്ടായിരുന്ന ശൗലിൻ്റെ കുലത്തിലുള്ള ശിമെയി എന്നൊരുത്തൻ ദാവീദിനെ ശപിച്ചുകൊണ്ട് വരുന്നു. In verse 5 of the same chapter, we see that a man from the family of the house of Saul, whose name was Shimei, he came out cursing David continually. രാജാവിനെ ശപിക്കാൻ ഈ ശിമെയിക്ക് എവിടുന്നാ ധൈര്യം വന്നത്? How did this guy Shimei had the courage to curse the king? രാജാവ് ഇപ്പം ജീവനും കയ്യിലെടുത്ത് പിടിച്ച് ഓടുകയാണെന്ന് ഇവന് മനസ്സിലായി. Now Shimei came to know that David, he is running after his life now. ദാവീദിന്റെ സ്വന്തം മകൻ തന്നെ അപ്പനെ കൊല്ലാനും രാജധാനി പിടിച്ചെടുക്കാനും വരുന്നു എന്നെല്ലാം മനസ്സിലായി. And he understood that his own son Absalom is coming to kill David and take over his kingdom. മകനെ പേടിച്ച് പലായനം ചെയ്യുന്ന ഈ ദാവീദിനെ കുറിച്ചുള്ള പേടി ശിമെയിക്ക് പോയി. And now Shimei, now he is not afraid of this king who is running for his life, being afraid of his own son. അതുകൊണ്ട് കണ്ടോ, നമ്മൾ കാണുന്നത് ദാവീദിനെയും രാജഭൃത്യന്മാരെയും അവൻ കല്ല് വാരി എറിഞ്ഞ് എന്നിട്ട് നീച രക്തപാതക പോ
ശൗൽ ഗ്രഹത്തിൻ്റെ രക്തം നിന്റെ തലയെ ദൈവം വരുത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ പരസ്യമായിട്ട് ശപിക്കുന്ന ഒരു രംഗം. In verse 6 and 7, we see that Shimei was throwing stones at David and all the servants of King David, and all the people and all the mighty men were at his right hand and his left. And Shimei is saying, cursing, get out, you man of bloodshed and worthless fellow. He is doing this publicly in front of all the people. രാജാവ് ജീവനം കൊണ്ട് പലായനം ചെയ്യുകയാണെങ്കിലും തൻ്റെ കൂടെ കുറേ സൈനികരും കുറച്ച് ആൾക്കാരും തൻ്റെ പ്രിയപ്പെട്ട ചില ആളുകളും കൂടെ ഉണ്ട്. Even though David is running after his own life, but still he has a group of people with him who are soldiers and who are his close companions and some faithful people of the kingdom. ആ കൂട്ടത്തിൽ അബീശായി എന്ന് പറഞ്ഞ ദാവീദിന്റെ പ്രിയ ഭൃത്യൻ ചോദിക്കുന്നു, ഈ ചത്ത നായെ പോലുള്ള ഇവൻ എന്തിനാ രാജാവിനെ ശപിക്കുന്നത്? ഞാൻ ഒരൊറ്റ വെട്ടിന് ഇവന്റെ കഴുത്ത് തുണ്ടമാക്കട്ടെ എന്ന് ദാവീദിനോട് ചോദിക്കുന്നു. In verse 9, we see that Abishai, who was one of the commander of David, he's telling, why should this dead dog curse my lord the king? Let me go over now and cut off his head. അതിന് ദാവീദ് പറയുന്ന മറുപടി അതിന്റെ 11ന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. And this is the response which David gives in verse 11, the last part. അബീശായിയോട് പറയുന്നത്, നീ അവനെ കൊല്ലുകയൊന്നും വേണ്ട, അവൻ ശപിക്കട്ടെ, അവനെ വിട്, അവൻ ശപിക്കട്ടെ, അവൻ ഇഷ്ടം പോലെ ശപിക്കട്ടെ എന്ന് തന്നെയല്ല, ദാവീദിനെ ചെന്ന് ശപിക്കുക എന്ന് ദൈവം തന്നെ പറഞ്ഞ് അവനെ വിട്ടിരിക്കുക. ദൈവമാണ്, യഹോവയാണ് അവനോട് കൽപ്പിച്ചിരിക്കുന്നത് ദാവീദിനെ ശപിക്കാൻ എന്ന് പറയുന്ന ഭാഗം. Here, we see David is telling Abishai, no, you don't do anything to him. Let him alone and let him curse me, because, God himself has allowed him or sent him to do that. So here, David is seeing God behind it. അപ്പോൾ സാധാരണ ആരാണെങ്കിലും തന്നെ ശപിക്കുന്ന ആ ശിമയി എന്ന് പറയുന്ന ഒറ്റയാനെ ഒരുത്തനെ കാണുകയുള്ളൂ. പക്ഷെ ദാവീദ് അവനെയല്ല കണ്ടത്, അവനെ പറഞ്ഞു വിട്ടത് ദൈവമാണ്, യഹോവയാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ കാണും. Normally, normal person, that person will only see this guy, this lonely guy who is cursing. But David, he is seeing God and he is telling, God has sent him to curse me. And he's putting the responsibility on God. പ്രിയപ്പെട്ടവരെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. Beloved, blessed are the pure in heart, for they shall see God. ഇവിടെങ്ങും ദൈവം വന്നതായിട്ട് നമ്മൾ ഇവിടെങ്ങും വായിച്ചില്ല ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും. None of these instances where we read or heard now, we cannot see God physically coming into that situation. യേശു ആ പീലാത്തോസ് എന്ന് പറയുന്ന തന്നെ വിസ്തരിക്കാനിരിക്കുന്ന ആളിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ മുകളിൽ നിന്ന് പീലാത്തോസിന് അധികാരം കൊടുത്ത ദൈവത്തെ യേശു കണ്ടു. Jesus is standing in front of Pilate, who is sitting there to judge him. But he not only sees Pilate, but Jesus is seeing Almighty God behind Pilate, who has given Pilate the authority. തന്നെ ഉപദ്രവിക്കാൻ വന്ന ഗത്സമന തോട്ടത്തിൽ തന്നെ പിടിച്ചുകൊണ്ട് പോകാനും ഉപദ്രവിക്കാനും വന്ന പടയാളികളെയും ശത്രുക്കളെയും അല്ല യേശു കണ്ടത്, അവരുടെ കയ്യിൽ പാനപാത്രം കൊടുത്തയച്ച പിതാവിനെയാണ് യേശു കണ്ടത്. Jesus did not see at the Garden of Gethsemane the soldiers and the people who came to hurt him and to capture him, but Jesus saw God the Father who has sent that cup to him. ജോസഫ് തന്നെ വിറ്റുകളഞ്ഞ സഹോദരന്മാരെയും ഉപദ്രവിച്ച ആ രക്തബന്ധമുള്ള സഹോദരന്മാരെ അല്ല കണ്ടത്, മറിച്ച് അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ദൈവത്തെയാ കണ്ടത്. Joseph, he did not see those brothers who hurt him or who sold him to Egypt, but behind them, Joseph could see an almighty God. ആരുമില്ലാത്ത വീട്ടിൽ തന്നെ തെറ്റിന് പ്രലോഭിപ്പിച്ച പൊത്തിഫറിന്റെ ഭാര്യയല്ല കണ്ടത് ജോസഫ് കണ്ടത്, മറിച്ച് അവിടെ താൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ദൈവത്തോട് മഹാദോഷം ചെയ്യുകയാണ്, ദൈവത്തെയാണ് അവിടെ ജോസഫ് കാണുന്നത്. And in Potiphar's house, Joseph did not see Potiphar's wife alone who is trying to tempt him and to make him sin, but Joseph is seeing God himself, and he's having this attitude, it's not against her but against God I am sinning.
ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പേരെടുത്ത ദാവീദ് തന്നെ ശപിച്ച ശിമെയിയെ അല്ല കണ്ടത്, മറിച്ച് ആ ശിമെയിയെ ആ നിലയിൽ വിട്ട, അതിന് അനുവദിച്ച ദൈവത്തെയാണ്, യഹോവയെയാണ് ദാവീദ് കണ്ടത്. David, who was known as the man after God's own heart, he did not see Shimei who cursed him, but he saw God who sent him or who allowed him to curse him. പ്രിയപ്പെട്ടവരെ, നമ്മളെ ആളുകൾ ഉപദ്രവിക്കുകയും ആവശ്യമില്ലാതെ ഓരോന്നും നമ്മളെക്കുറിച്ച് കഥകൾ പറഞ്ഞുണ്ടാക്കുകയും മോശമായിട്ട് നമ്മളോട് പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആരെയാ കാണുന്നത്? അവരെയാണോ അതോ ദൈവത്തെയാണോ? Beloved, when people, when they hurt us, or when they spread false stories about us, or when they, they, try to, tell bad about us, whom are we seeing? Are we seeing men or people who are doing it, or are we seeing God behind them? നോക്കുക, നമ്മൾ അങ്ങനെയുള്ള രംഗങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ കരത്തെ കാണാനിടയാകണമെങ്കിൽ ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണം. If we have to see God in all these situations, then we should be people who are having purity in heart. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ മനുഷ്യരോട് പകയോ ആ നിലയിൽ അവരോട് വിഷമമോ കയ്പോ ഉള്ളവരായിട്ടിരിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God is not expecting us that we should be, having any grudge or bitterness against people who are doing such things to us. പലപ്പോഴും നമ്മൾക്ക് ആളുകളോട് പകയും കയ്പും തോന്നുന്നതിന് കാരണം നമ്മൾ പലപ്പോഴും നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ആളുകളെ കാണുന്നു. അതാണ് പ്രശ്നം. അതിന് പകരം നമ്മളിപ്പോൾ ചിന്തിച്ചതുപോലെ അതിൻ്റെ പിന്നിൽ ദൈവത്തെ കണ്ടാൽ നമ്മൾ ഈ ആളുകളെ വെറുതെ വിടും. The reason why we are having envy or bitterness towards people who make difficult situations for us is because we are only seeing those people, but we are not seeing God behind them. If you are able to see God behind all this, we will be able to release all those people from our heart. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ശത്രുക്കളെ സ്നേഹിക്കണമെന്നും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഒക്കെ പറയുന്ന ആ ഗിരിപ്രഭാഷണത്തിന്റെ തന്നെ ഭാഗമാണ് ലൂക്കോസ് 6-ാം അധ്യായം. In the Luke's Gospel chapter 6 is the same, like the Sermon on the Mount, where Jesus is telling that we should pray for those who are persecuting us, and we should love our enemies. അവിടെ 6-ന്റെ 27-28 വാക്യങ്ങൾ കണ്ടോ? Luke's Gospel chapter 6 verse 27 and 28. അവിടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവീൻ, ദുഷിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുവീൻ, ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അങ്ങ് പോവുക. Here it's saying, I say to you, love your enemies, do good to those who hate you, bless those who curse you, pray for those who mistreat you, whoever hit you on the cheek, offer him the other cheek. And Jesus is continuing like that. അവര് എല്ലാം ചെയ്യുന്നത് പക, ശാപം, ദുഷി, ശത്രുവായിരിക്കുന്നു, പുതപ്പെടുത്ത് കളയുന്നു, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. Those people, what are they doing? They are hating you, they are cursing you, they are mistreating you, they are taking over your coat. All these things are what is done by those people. ആ സമയത്ത് നമ്മൾ എന്തോ ചെയ്യണമെന്നാ കർത്താവ് തന്നെ പറഞ്ഞേക്കുന്നത്. In that situation, what is Jesus telling that we should do? നമ്മൾ അവരെ സ്നേഹിക്കണം, അവർക്ക് ഗുണം ചെയ്യണം, അവരെ അനുഗ്രഹിക്കണം, അവർക്കായിട്ട് പ്രാർത്ഥിക്കണം, ഉടുപ്പൂടെ ഊരി കൊടുക്കണം എന്നെല്ലാമാണ് പറഞ്ഞേക്കുന്നത്. And Jesus is telling we have to love them, we have to bless them, we have to pray for them, we have to do them good, and we have to give even our shirt for them. This is what Jesus tells us to do. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ വലിയ നടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ശരിക്കും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? Beloved, will these things work out really in our life, and do we really believe these things? ഇത് കർത്താവ് തന്നെ
തിരുവായി മൊഴിഞ്ഞ് നമ്മളോട് പുതിയ നിയമവിശ്വാസികളോട് പറഞ്ഞേക്കുന്ന കാര്യമാണ്. This is Jesus himself, telling to us, the new covenant believers, from his own mouth. ബൈബിളിലുള്ള കാര്യമാണ്. And it is there in the word of God, the Bible. നിങ്ങൾ ഒറ്റ വായനയ്ക്ക് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ കണ്ണൊന്ന് തുടച്ചേച്ച് വീണ്ടും വായിച്ചു നോക്കാം. അങ്ങനെ തന്നെ കാര്യങ്ങൾ. If once if you have read, if you are not clear, just rub your eyes and read again. It is the same verses which is read. There is nothing different in it. ഇങ്ങനെ ജീവിക്കണമെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞേക്കുമ്പം നമ്മൾ അത് ഇങ്ങനെ ജീവിക്കണ്ടേ? So when Jesus is telling that you should live like this, shouldn't we really live like this? എങ്ങനെ ജീവിക്കാൻ കഴിയും? And how can we live like this? നമ്മളെ ദോഷം പറയുന്നവരെയും നമ്മളെ ഉപദ്രവിക്കുന്നവരെയും നമ്മളെക്ക് ശത്രുവായിട്ട് പെരുമാറുന്നവരെയും നമ്മൾ കണ്ടാൽ സ്വാഭാവികമായിട്ട് മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്കിവരെ സ്നേഹിക്കാനോ ഇവർക്ക് ഗുണം ചെയ്യാനോ ഇവരെ അനുഗ്രഹിക്കാനോ കഴിയുമോ? So when we see the people who are, hating us or cursing us or mistreating us, if we are seeing the people as it is, as a normal man, will we be able to love them? ജോസഫ് താൻ കരഞ്ഞപ്പോഴും തന്നെ മിസ്രൈമിയ കച്ചവടക്കാർക്ക് വിറ്റ വെള്ളം തരണേ എന്ന് പറഞ്ഞപ്പോഴും തന്നെ പൊട്ടക്കിണറ്റിലിട്ട സഹോദരന്മാരെയാണ് കണ്ടതെങ്കിൽ സത്യത്തെ അവരോട് ക്ഷമിക്കാൻ ഒക്കുമായിരുന്നു. If Joseph, who was put into the pit, or when he cried out asking for water, if Joseph could see only the brothers, will he be able to forgive them? പ്രിയപ്പെട്ടവർ, ഇവിടെ എല്ലാം നമുക്ക് അറിയാവുന്ന പോലെ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇതിനെല്ലാമുള്ള ഒരു പരിഹാരം എന്താ? ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ദൈവത്തെ കാണുക. So what is the solution behind all this what we are discussing? There is only one thing that we need to see: Almighty God behind all this. ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും വരികയില്ല. Without God allowing, nothing will happen in our life. അപ്പോൾ ദൈവത്തെ ഇവിടെ ഈ രംഗങ്ങളിലെല്ലാം കണ്ടാൽ, ദൈവകരത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും കണ്ടാൽ, ദൈവത്തിൻ്റെ കരത്തിൽ ഉപകരണമായി പ്രവർത്തിച്ച നമ്മളെ ഉപദ്രവിച്ച ഈ ആളുകളോടെല്ലാം നമുക്ക് ക്ഷമിക്കാനായിട്ട് കഴിയും. So if we can see God, and if we can see his hand, and if we can see his work which he is doing, and if we can see these people as instruments in God's hand whom God is using to against us, then we can forgive all these people. ജോസഫ് അങ്ങനെയാണ് കണ്ടത്, ദാവീദ് അങ്ങനെയാണ് കണ്ടത്, കർത്താവ് അങ്ങനെയാണ് കണ്ടത്. Joseph, he saw like that, David saw like that, and Jesus Christ saw like that. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ നമ്മൾ കാര്യങ്ങളെ കാണുന്നത് പ്രത്യേകിച്ചും ഈ അന്ത്യകാലഘട്ടത്തിൽ നമുക്ക് വളരെ ആവശ്യമായിട്ട് വരും. Beloved, it is very important that we need to see people and circumstances has been used by God, because it will be useful for us if we see like that, because we are living in the end days. ഈ അന്ത്യകാലത്ത് തീർച്ചയായിട്ടും ക്രിസ്തീയത, യഥാർത്ഥ ക്രിസ്തീയതയ്ക്കെതിരെ പീഡനങ്ങൾ നമ്മൾ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അതിങ്ങ് വന്ന് വാതിക്കലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് സംഭവങ്ങളെ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. So we see that if we are really genuine Christians, and we are following the genuine the right Christianity, and that it says that there is tribulation for the men of God or the people of God, we can see all these things. When we see that is happening in the world, we can see that the tribulation is right in front of us at the door. കേരളം വളരെ വിദ്യാഭ്യാസമുള്ളവരുടെയും വലിയ സംസ്കാര സമ്പന്നരുടെയും ഒക്കെ നാടാണെന്ന് എല്ലാവരും കരുതുന്നത്. പക്ഷേ ഞങ്ങളിവിടെ ഒരു പ്രാദേശിക സഭ പല നിലയിലുള്ള പല കാര്യങ്ങളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നുപോയി. All the people think that the people of Kerala, they are very literate and they are very cultured people. But we who are here in Kerala as a small gathering, we went through a lot of situations, maybe difficult situations in our church recently. കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, എങ്കിലും അത് വരാൻ പോകുന്ന
അധികാരികളുടെ മനോഭാവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങളായിട്ട് നമ്മൾ ആ കാര്യങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. It is all small, small things, but when we see these small things, we can see, where, the attitude of the changing rule that is about to come in our place. അപ്പോൾ നമ്മളോട് മാന്യമായി പെരുമാറാത്ത അധികാരികളോട്, ഉത്തരവാദിത്തത്തിലുള്ളവരോട് നമുക്ക് തന്നെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ വൈരാഗ്യവും വിഷമവും കയ്പും ഒക്കെ വരികയില്ലേ? So, when the authorities, if they are not, if they are mistreating us, or, the people in authority whom we meet, when they are mistreating us, while we are alone, isn't it true that bitterness or envy rise up against them? അതിനും ഒരു വഴിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. And the solution is what we just told now. സഭാപ്രസംഗി 5:8 നമുക്കറിയാവുന്ന ഒരു വാക്യമാണ്. The book of Ecclesiastes chapter 5 verse 8 is something which we know. അതായത് ഉന്നതനും മീതെ അവർക്കൊക്കെ മീതെ ഒരു അത്യുന്നതനും ജാഗരിക്കുന്നു. ഉന്നതനും മീതെ For one official watches over another official, and there are higher officials over them. നോക്കുക, ഈ അധികാരികളൊക്കെ നമ്മളോട് മോശമായി പെരുമാറിയാൽ സത്യത്തിൽ അതിൻ്റെ എല്ലാം മേളിലിരിക്കുന്ന അത്യുന്നതനായ ദൈവം അനുവദിച്ചിട്ടാണ് ചില കാര്യങ്ങൾ വരുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. So when we see the officials who are in authority, when they are treating us badly, as it says here, we need to understand that there is a higher official, which is God himself, who is having authority over all these officials. നിങ്ങൾ 1 പത്രോസ് 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെ വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്കുക. 1 പത്രോസ് 2, 13, 17. Please, when you go home, read 1 Peter chapter 2 verses 13 to 17. അവിടെ പത്രോസ് പറയുന്നു, സകല മാനുഷ്യ നിയമത്തിനും കർത്താവിന് നിമിത്തം കീഴടങ്ങുവീൻ. There Peter says, submit yourselves for the Lord's sake to every human institution. രാജാവിനും നാടുവാഴിക്കും കീഴടങ്ങി വീണ്ടും അവരോട് നന്മ ചെയ്ത് ജീവിക്കാനൊക്കെ അവിടെ പറയുമ്പോൾ ഇതേ കാര്യം തന്നെയാണ്. And he is telling that you should, whether it is to king or to governors, to whoever it is, you should live a life blessing them. So we are, we are listening in the same terms which we are discussing on. നമുക്ക് മുകളിൽ ഈ മാനുഷ്യ നിയമങ്ങളും ഈ ലോകത്തിന്റെ അധികാരങ്ങളും ഒക്കെ ദൈവം അറിയാതെ വരുമോ? അപ്പോൾ ദൈവം അനുവദിച്ചിട്ടാണ്. Will these authorities and officials who are in authority, will they come into that authority without the knowledge of our God? No, never. It is by the knowledge of God, and God allows it. അതുകൊണ്ട് അധികാരികളോടൊന്നും മത്സരിക്കുകയോ അവരെക്കുറിച്ച് കയ്പോ ദോഷമോ ഒന്നും വിചാരിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. So we should not rebel against the authorities or the officials, and there should not be any bitterness or envy coming out of our heart for them, but we have to pray for them. അവർക്ക് കീഴടങ്ങിയിരിക്കണം, അവർക്ക് വീണ്ടും നന്മ ചെയ്യണം. We should submit to them and we should do good to them. എങ്ങനെ ഇത് കഴിയും? ഇതിന്റെ പിന്നിലുള്ള ദൈവത്തെ കണ്ടാലേ കഴിയുള്ളൂ. How can we do this? Only if we see God who is behind them, we can do this. ഹൃദയശുദ്ധി ഉണ്ടെങ്കിലേ നമുക്ക് ദൈവത്തെ കാണാനായിട്ട് കഴിയുള്ളൂ. And only if you are having the purity of heart can we see God. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ ദൈവത്തെ കണ്ടാൽ നമുക്കും ചില ഗുണങ്ങൾ ഉണ്ടാകും. Beloved, if we see God like this, there are some benefits which we also will get. അതിനെക്കുറിച്ചുകൂടെ വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. I would like to just quickly go through those benefits, which we get, and then I will end my message. പുറപ്പാട് പുസ്തകം 33:20 വാക്യങ്ങളൊന്നും നമ്മളെടുത്ത് വായിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പിന്നീട് വായിച്ചു നോക്കുക. പുറപ്പാട് 33:20. Exodus 33, chapter 33, verse 20. We are not reading the verses. There is no time for that. Please read it later on. അവിടെ മോശ ദൈവത്തോട് പറയുന്നു, ദൈവമേ, എനിക്ക് നിന്നെ ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു, നിന്റെ മുഖം ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു.
There we see Moses is telling God, Lord, it would be good if I see you, if I see your face. അപ്പോ യഹോവയായ ദൈവം തന്നെ പറയുകയാണ്, എന്നെ കണ്ട ഒരുവന് പിന്നെ ജീവിച്ചിരിക്കുകയില്ല. എന്നെ There, കണ്ട അതൊരു മരണത്തിലേ അവസാനിക്കുകയുള്ളൂ എന്ന് ദൈവം തന്നെ പറയുന്ന വാക്യമാണ് 33:20. there God himself is responding to Moses in chapter 33 verse 20 that you cannot see my face, for no man can see my face and live, which means he will it will lead him to death. പ്രിയപ്പെട്ടവരെ, ഇത് പഴയ നിയമത്തിൽ പണ്ട് മുതലേ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിലവിലിരുന്ന ഒരു ചിന്ത തന്നെയാണ്. Beloved, it is some a thought which existed in the Israelites in the olden times. ഉൽപ്പത്തി പുസ്തകം 32:30 കണ്ടോ? We can see that in Genesis chapter 32 verse 30. ഉൽപ്പത്തി 32:30 യാക്കോബ് പെനിയേലിൽ വെച്ച് പറയുകയാണ്, ഞാൻ ഇവിടെ വെച്ച് ദൈവത്തിന്റെ മുഖം കണ്ടെങ്കിലും എനിക്ക് ജീവഹാനി വന്നില്ല. അയ്യോ, എനിക്ക് ഇരിക്കുന്നു. There Jacob is telling at Peniel that I have seen God face to face, yet my life has been preserved. അപ്പോ അന്ന് മുതലുള്ള യഹൂദരുടെ ഇടയിലെ ഒരു ചിന്തയെന്ന് വെച്ചാൽ, ദൈവത്തെ ഒരാൾ കണ്ടാൽ അയാൾ പിന്നെ പഴയതുപോലെ അയാളുടെ തനിമയോടെ ആയിരിക്കുകയില്ല, അയാൾ തകർന്നു പോകും, അയാൾ ഇല്ലാതായി പോകും. So this is some belief that existed in among Jews, among Israelites, that if a person has seen God, then that person will never be the same again. He will be totally broken, or he will become nothing. ബൈബിളിലെ ആദ്യത്തെ പുസ്തകം എന്ന് വേദപണ്ഡിതന്മാരൊക്കെ പറയുന്ന ഇയ്യോബിന്റെ പുസ്തകം 42:5-6 വാക്യങ്ങൾ നോക്കുക. Let us turn to the book of Job, chapter 42 verse 5 and 6, and we know that this book is we know that this is the first book written in the Bible. അവിടെ ഇയ്യോബ് പറയുന്നു, ദൈവമേ, ഞാൻ എൻ്റെ കണ്ണാൽ നിന്നെ കണ്ടു. Here Job is telling, I have now seen you, Lord, with my eyes. അതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചു? ഞാൻ എന്നെ തന്നെ വെറുത്ത് ചാരത്തിൽ കിടന്ന് അനുതപിക്കുന്നു. Then he is telling that since I have seen you with my eyes, I hate myself, or I retract myself, and I repent in dust and ashes. ദൈവത്തെ കണ്ടാല് ജീവൻ പോകുമെന്നുള്ളതിന് അല്ല, അതായത് പഴയ മാനുഷിക ജീവിതത്തോടെ ജീവനോടെ നമ്മളായിരിക്കുകയില്ല, നമ്മൾ തകർന്നു പോകും. So when we see God face to face, it doesn't mean that you will die physically, but that strength which you had as a person, that will be broken. ഇയ്യോബ് പറയുന്നു, ഞാന് നിന്നെ എൻ്റെ കണ്ണാൽ കണ്ടു കർത്താവേ, അതുകൊണ്ട് എന്തോ സംഭവിച്ചു എനിക്ക്? ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. Job is telling that my eyes have seen you, and so what happened to him? He is saying that he repent in dust and ashes. നേരത്തെ ഉണ്ടായിരുന്ന ശക്തനായ ഒരു ഇയ്യോബ് അല്ല ദൈവത്തെ കണ്ടതിന് ശേഷമുള്ള ഇയ്യോബ്. So now this Job is not that strong Job who was before he seeing God. ഉപായിയായ യാക്കോബ് അല്ല പെനിയേലിൽ വെച്ച് ദൈവത്തിന്റെ മുഖം കണ്ടതിന് ശേഷം യാക്കോബ്. And that Jacob who was very clever, or he was like covetous, that Jacob is not Jacob after seeing God. ദൈവത്തെ മുഖാമുഖമായിട്ട് ദൈവത്തിന്റെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ദൈവത്തിന്റെ പിൻഭാഗം ഒന്ന് കണ്ട മോശ അതിസൗമ്യനായി തീർന്നു. And Moses, who desired to see God face to face, but he couldn't, but only by seeing the backside of God, he became so humble. പ്രിയപ്പെട്ടവരെ, നമ്മളും ദൈവത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കാണേണ്ടതുപോലെ കണ്ടാൽ നമ്മുടെ ഒത്തിരി ശക്തി ചോർന്നു പോകും, നമുക്കൊരു നുറുക്കമുണ്ടാകും. Beloved, if we see God as God in our practical life circumstances, then most of our strength
will be drained out from us and we'll be broken men. ഞാൻ പഴയ നിയമത്തിൽ നിന്ന് തന്നെ ഒരു വലിയ പ്രവാചകന്റെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. I would like to show one more incident which happened to a prophet of God. യെശയ്യാവ് 6-ാം അധ്യായത്തിലാണ് യെശയ്യാവ് ദൈവത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി കാണുന്നത്. The book of Isaiah chapter 6, we see this prophet Isaiah who is seeing God who is sitting on his throne. ഉസ്യാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. 6:1. Isaiah chapter 6 verse 1, in the year of King Uzziah's death, I saw the Lord sitting on a throne, lofty and exalted. അത് കഴിഞ്ഞിട്ട് യെശയ്യാവ് എന്താ പറയുന്നത്? 6:5 വാക്യം. And after that, what is Isaiah saying in chapter 6 verse 5? ദൈവത്തെ കണ്ടതിന് ശേഷം യെശയ്യാവ് പറയുക, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം മാറത്തടിക്കുകയും താനെ അനുതപിക്കുകയും നുറുങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മളവിടെ കാണുന്നത്. And after seeing God, we see what happened to Isaiah. Isaiah is telling, woe unto me, I am ruined, because I am a man of unclean lips. We can see Isaiah, he's repenting drastically and he's beating his own chest and crying to God. എന്നാൽ അതിനു മുമ്പുള്ള അധ്യായങ്ങൾ നിങ്ങളൊന്ന് വേഗത്തിലൊന്ന് വായിച്ചു നോക്കണം. You should just quickly read the chapters before this chapter. 6:5 എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്ന യെശയ്യാവ് അതിനു മുമ്പിലുള്ള അധ്യായങ്ങളിലൊക്കെ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടി നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾക്കയ്യോ കഷ്ടം എന്നാ പറയുന്നത്. In chapter 6 verse 5, we see Isaiah who is telling woe unto me. But this Isaiah, when we look the previous chapter, he's pointing his fingers to other people and telling woe unto you, woe unto you, and woe unto you. ബൈബിളിലെ വാക്യങ്ങൾ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ആ റെഫറൻസ് ഒന്ന് പറയാം. 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. Those who would like to read the Bible, I will tell the reference of those verses in Isaiah chapter 3 verse 9. 9-10 വാക്യങ്ങൾ. Verse 9 and verse 10. 5-ാം അധ്യായത്തിലെ 8, 11, 19 വാക്യങ്ങൾ. Chapter 5 verse 8, 10, 11 and 13. 8, 11, 19. 8, sorry, chapter 5, 8, 9 and 8, 10 and 19. 8, 11 and 19. Sorry, it's verse 8, 11 and 19. 20, 21, 23. Verses 20, 21 and 23. അവിടെ ഒക്കെ യെശയ്യാവ് മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടി പറയുക, നിനക്കൊക്കെ വലിയ കഷ്ടം വരാൻ പോകുക, നിനക്കൊക്കെ അയ്യോ കഷ്ടം, നിനക്കൊക്കെ അയ്യോ കഷ്ടം. And all these people, Isaiah is pointing his fingers at telling them that you are going to be ruined, you are going to be destroyed. എന്നാൽ യഥാർത്ഥത്തിൽ ഉയർന്നു പോകുകയുള്ള സിംഹാസനത്തിൽ ദൈവത്തിൻ്റെ ഒരു ദർശനം, ദൈവത്തെ കാണേണ്ട പോലെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ 6:5 ഇതാ യെശയ്യാവ് സ്വന്തം നെഞ്ചത്തടിച്ചു പറയുന്നു, അവർക്കൊന്നുമല്ല കഷ്ടം, എനിക്കാണ് കഷ്ടം. But when Isaiah saw God himself in his throne, when he saw God as he is, Isaiah is telling that, oh, it's not them, it is me who is ruined. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ ഒരു നുറുക്കം നമുക്കുണ്ടായാൽ അത് നമുക്ക് ഒത്തിരി നല്ലതാണ്. Beloved, if we also undergo a brokenness like this in our life, it will do us much good. 34-ാം സങ്കീർത്തനത്തിന്റെ 18-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. We know Psalms chapter 34 verse 18, which is very well known to all of us. ഹൃദയം നുറുങ്ങിയവർക്കാണ് യഹോവ സമീപസ്ഥനായിട്ട് അനുഭവപ്പെടുക, മനസ്സ് തകർന്നവരെയാണ് അവൻ രക്ഷിക്കുന്നത്. The Lord is near to the broken-hearted and saves those who are crushed in spirit. അപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരം കണ്ട് നമ്മൾ തന്നെ തകർന്നു പോയാൽ അങ്ങനെ നുറുങ്ങിയവർക്ക് ദൈവ സാന്നിധ്യം വളരെ സമീപസ്ഥമായിട്ട് അനുഭവപ്പെടും. So when we go through our
real-time life situations, and if we can see the hand of God there, then we will be totally broken, and then we can experience God very near to us. എന്ന് തന്നെയല്ല, അങ്ങനെ നുറുങ്ങി മനസ്സ് തകർന്നവരെ ദൈവം രക്ഷിക്കും. Not only that, those who are broken-hearted and crushed in spirit, those people will be saved by God. 51 സങ്കീർത്തനത്തിലെ 17 വാക്യത്തിൽ ദാവീദ് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. 51 And in Psalms 51 verse 17, we all know this verse which David says, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയത്തെ ദൈവം എന്ത് ചെയ്യുകയില്ല, നിരസിക്കുകയില്ല. a broken and a contrite heart, O God, you will never despise. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു തകർച്ചയും നുറുക്കവും ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ കാണണം. Beloved, so if we have to be broken and contrite in spirit, then we really have to see God. അങ്ങനെ തകർന്നാൽ ദൈവം നമ്മെ രക്ഷിക്കും. ദൈവ സാന്നിധ്യം നമുക്ക് സജീവമായിട്ട് അനുഭവപ്പെടും. If we are broken like that, then we will experience God in reality very near to us, and he will save us also. എന്ന് തന്നെയല്ല, നമ്മൾ മറ്റുള്ളവരെയൊക്കെ അവരെ വിധിക്കുകയില്ല. യെശയ്യാവ് ചെയ്തതുപോലെ അവരെയൊക്കെ പിന്നീട് വെറുതെ വിടും, നമ്മൾ തന്നെ അനുഭവിക്കും. And if we see like that, or we do like that, we will not judge other people, like Isaiah did. We will release them and we will judge ourselves. ഇതിലേക്കൊക്കെ നമ്മളെ നയിക്കുന്നത് എന്താ? What is where it is all leading us to? ഈ അനുഗ്രഹങ്ങളിലേക്കൊക്കെ നമ്മളെ നയിക്കുന്നത് ദൈവത്തെ നമ്മൾ കാണേണ്ടതുപോലെ കണ്ടാൽ ഇതൊക്കെ നമുക്കുണ്ടാകും. We can only come to that state of brokenness and contrite in spirit if we are seeing God as he is in our practical situations. അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ കാണുന്നത് നിർത്തുക, ദൈവത്തെ കാണുക. So in our real life situations, please stop looking at other people. Please look in God. പറഞ്ഞപ്പോൾ എളുപ്പം കഴിഞ്ഞു. പക്ഷെ അത് കഴിയണമെങ്കിൽ എന്ത് വേണം? ഹൃദയശുദ്ധി, ദൈവത്തിനായിട്ടൊരു വാഞ്ച, ഹൃദയം ആ നിലയിൽ ദൈവത്തിനായിട്ടൊരു ആഗ്രഹത്തോടെ ശുദ്ധിയോടെ ആയിരിക്കണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. When we said, it was very easy for us to say, to release people and see God, but in order to experience that, what we need, we should have purity in spirit. Blessed are the pure in heart, for they shall see God. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യം എന്താ? ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്താലുള്ള രക്ഷയും മറ്റുള്ളവരെയൊക്കെ വെറുതെ വിടുന്നതുമായ മനോഭാവമാണ്. When the Lord's coming is very near to us, what should we have? We should have that assurance, that nearness of God, and the redemption from God, and to release all the people from our heart. അത് ദൈവത്തെ കണ്ടാലേ നമുക്ക് അങ്ങനെ ഒരു തകർച്ച ഉണ്ടാവുകയുള്ളൂ. ഈ അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാനൊക്കെയുള്ളൂ. Only if we see God, then only we'll be blessed and we can have an experience what we just spoke about. അതുകൊണ്ട് ഓഫീസിലും സമൂഹത്തിലും വീട്ടിലും സഭയിലും ഒക്കെ മറ്റു മനുഷ്യരെ കാണുന്നതിന് പകരം ദൈവത്തെ കാണുക, ദൈവത്തിൻ്റെ കരത്തെ കാണുക, ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ കാണുക. So, in our office, in our home, in our society, in our church, everywhere, instead of seeing the people or the activities the people do against us, see God who's behind all this. അത് നമുക്ക് മറ്റുള്ളവരോടൊന്നും പകയും ദേഷ്യവും ഇല്ലാതെ അവരെയൊക്കെ വെറുതെ വിടാൻ നമ്മളെ സഹായിക്കും. And by seeing God like this, we'll be able to, get rid of all that envy and bitterness that we are having to other people, and we help to release them from our heart. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ നുറുക്കവും തകർച്ചയും തരും. അത് ദൈവത്തെ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ ഇടയാക്കും. Not only that, we will be becoming more and more broken in heart and contrite in spirit. Thereby, we'll be able to know God and experience the nearness of God in our life. ഇതല്ലേ സത്യത്തിൽ ഇന്ന് നമുക്ക് ആവശ്യമുള്ളത്? Isn't it true that this is the thing which we really need in our life now?
നമുക്കിതിനായിട്ട് വാഞ്ചിക്കാം, പ്രാർത്ഥിക്കാം. Let us have a thirst for this and let us pray to God for this. മനുഷ്യരെയൊക്കെ വെറുതെ വിടാം. Let us leave all people. ദൈവത്തോട് ഇടപാടുകൾ ഉള്ളവരായിട്ട് നമുക്കായിരിക്കാം. Let us be people or men who are having dealings with God. ദൈവത്തെ കണ്ട് നുറുങ്ങപ്പെട്ടവരായിട്ട്, തകർന്നു നുറുങ്ങിയുമുള്ള ഒരു ഹൃദയത്തോടെ ദൈവത്തിൻ്റെ രക്ഷയെ അറിയുന്നവരായിട്ട് നമുക്കായിരിക്കാം. Let us be people who see God and thereby having a brokenness in heart and having contrite spirit in us and thereby experiencing that salvation of God. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. Blessed are the pure in heart, for they shall see God. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless us with these words.